പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമൻ രാഹുൽ മാങ്കൂട്ടം ഇന്ന് കോൺഗ്രസ്സുകാരനല്ലാതായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇനിയൊരു സ്വതന്ത്ര MLA ആയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും എത്ര പെട്ടെന്നായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ ശരിയായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആരോപണ വിധേയൻ മാത്രമാണ് എന്നുള്ളതൊന്നും ന്യായമല്ല. പരാതിയൊന്നും ഒരിടത്തും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതൊന്നും ന്യായമല്ല. രാഹുലിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം തീർത്തും തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അയാളുടെ MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനൊന്നും പൂർണ്ണമായി ശരിയില്ല എന്നുള്ള ഭാഗമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എടുത്തത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തെ നമ്മൾ CPM-ൻ്റെ തീരുമാനമായി താരതമ്യം ചെയ്യുകയൊന്നുമല്ല ചെയ്യേണ്ടത്. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി ഇതുപോലുള്ള ആരോപണങ്ങൾ തങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉയരുമ്പോൾ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പോകുന്നുണ്ട്, അവിടെ ഞാനിവിടെ പറയുന്നത്. എന്തായാലും കോൺഗ്രസ് എടുത്തിട്ടുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയം, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കോൺഗ്രസിൽ നിന്ന് വേറൊരു നേതാവിനെ കൂടി സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെറ്റുകളെല്ലാം ചെയ്യാൻ എല്ലാ പിന്തുണയും നൽകുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിക്കുകയും ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ തെറ്റുകൾക്കും വളം വെച്ചു കൊടുക്കുകയും അയാളുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്ത വടകര MP ആയിട്ടുള്ള ശ്രീമൻ ഷാഫി പറമ്പിലിനെ കൂടി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ആ പഴയ കഥകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷാഫി പറമ്പിൽ 2 ടേം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ആ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന MLA ആയി. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ഷാഫി പറമ്പിൽ ഇരിക്കുന്ന സമയത്തും യൂത്ത് കോൺഗ്രസ് ഒരു നനഞ്ഞ പടക്കമായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞ ഡാം സ്ക്യൂബായി. ഒന്നും ചെയ്യാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 2 ടേം ഇരുന്ന ഷാഫി പറമ്പിൽ ആ സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചത് നമുക്കറിയാം. ഷാഫി പറമ്പിൽ ഈ സ്ഥാനങ്ങളെല്ലാം നേടിയത് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ടാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത്, പാലക്കാട് MLA ആയത്, ഇതെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായി നിന്നുകൊണ്ടാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ ചർച്ചകൾ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നിന്ന് മാറി ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന നേതാവിനെ വെട്ടിയൊതുക്കി അവിടെ തൻ്റെ ഏറ്റവും അടുപ്പക്കാരനും വിശ്വസ്ത വത്സല വിനീത വിധേയനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഷാഫി പറമ്പിലല്ലേ സുഹൃത്തുക്കളെ? രാഹുൽ മാങ്കൂട്ടത്തിന് ആ സമയത്ത് അത്തരത്തിലുള്ള പിന്തുണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് വന്നു. പൊടുന്നനെ TV ചർച്ചകളിലൊക്കെ പ്രശസ്തനായി മാറി. ആ അവസരത്തിലാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നോടൊപ്പം ചേർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കാനുള്ള ചരടുവലികൾ ആരംഭിക്കും. അവസാനം ഒരുപാട് അതിർത്തികൾക്ക് ഇടയാക്കിയെങ്കിലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചു. അങ്ങനെ അവരോധിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിലേക്ക് MP ആയി മത്സരിക്കാൻ പോയി. മത്സരിച്ച് അവിടുന്ന് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച് MP ആയി കഴിഞ്ഞപ്പോൾ പാലക്കാട് സീറ്റിൽ ഒഴിവ് വന്നു. ആ ഒഴിവ് വന്നപ്പോൾ ആരായിരിക്കണം അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നു. പല പേരുകളും ഉയർന്നു വന്നു. പാലക്കാടുള്ള കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ പല പേരുകൾ മുന്നോട്ട് വെച്ചു. PK ശ്രീകണ്ഠൻ അവിടുത്തെ പാലക്കാട് MP ആണ്, അദ്ദേഹം ഉൾപ്പെടെ പല പേരുകളും മുന്നോട്ട് വെച്ചു. പക്ഷേ ഷാഫി പറമ്പിൽ അതൊന്നും സംഭവിച്ചില്ല. ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കണം. കടുംപിടുത്തം പിടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിച്ചില്ലെങ്കിൽ താൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുകയില്ല എന്ന് പോലും ഷാഫി പറമ്പിൽ നിലപാടെടുത്തു. അവസാനം അടൂർക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന് പാലക്കാട് മത്സരിപ്പിക്കേണ്ട ഗതികേട് വന്നു. ആ സാഹചര്യത്തിലേക്ക് വന്നു. PK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാടിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവും പാലക്കാട് MP-യും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ കടുംപിടുത്തത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായി. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവായി
നിന്നത് ഷാഫി പറമ്പിലായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വീട് കയറി ഇറങ്ങുന്നിടത്ത് വരെ ഷാഫി പറമ്പിൽ ചെന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഭൂരിപക്ഷത്തിന് 10,20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടുന്ന് പാലക്കാട് നിന്ന് വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഷാഫി പറമ്പിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചു. അങ്ങനെ കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രം തന്നെ വളർന്നു വന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു അധികാര കേന്ദ്രമായി വളർന്നു വരുമ്പോൾ, ഇതിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയിരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്ത്രീ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം സംബന്ധിച്ചിട്ടുള്ള പരാതികൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം വളരെ ഗുരുതരമായി ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പലതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിരുന്നു എന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ ഒരു MP മകളുമായിട്ട് പോലും ഉള്ള ബന്ധം ചർച്ചാ വിഷയമായിരുന്നു കോൺഗ്രസിനകത്ത്. ഒരു MP മകൾ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു വനിതയുമായി രാഹുൽ മാങ്കൂട്ടം അടുപ്പം ഉണ്ടാക്കുകയും അത് വിവാഹത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന സമയത്ത് അത് പിന്നെ തെറ്റിപ്പിരിക്കുകയും അത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ പല കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് പരാതികൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ തന്നെ ആ പരാതികൾ യുക്തിഭദ്രമായി പരിശോധിച്ച് നടപടിയിലേക്ക് എത്തുന്നതിനും പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും രക്ഷിച്ച് കൂടെ നിർത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത, എന്തെങ്കിലും വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ തന്നെ കാലിൽ ചെളി പറ്റാതെ രക്ഷപ്പെട്ടു പോരണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഷാഫി പറമ്പിൽ ഉപദേശിച്ചത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പരാതികളിൽ പരിഹാരം കണ്ടെത്താൻ തയ്യാറാവുന്നതിന് പകരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളെല്ലാം മുക്കാൻ സഹായിച്ച ആളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള നിലയിലുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ തെറ്റായ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുള്ള നിലയിൽ ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ ഇപ്പോഴും തയ്യാറല്ല സുഹൃത്തുക്കളെ. അയാൾ കോൺഗ്രസിൽ നിന്ന് അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ലേ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. ഇത്ര ഗതികെട്ട അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞിട്ടല്ലേ അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. സ്ത്രീകളോട് ഏറ്റവും മോശവും അധാർമികവുമായി അയാൾ പെരുമാറി എന്നുള്ള വാർത്തകളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയായി പിന്തുണയ്ക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അയാളുടെ എന്തോ ഔദാര്യം എന്നുള്ള നിലയിലാണ് ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ശിക്ഷ പോലെ തന്നെയുള്ള ശിക്ഷ, കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നതിനുള്ള ശിക്ഷ, കണ്ണൈവ് ചെയ്തതിനുള്ള ശിക്ഷ, ഗൂഢാലോചന നടത്തിയുള്ള ശിക്ഷ ഷാഫി പറമ്പിലിന് ലഭിക്കേണ്ടത് സുഹൃത്തുക്കളെ. ആരായിരുന്നു ഷാഫി പറമ്പിൽ ഇത്രയും കാലം? ജനങ്ങളുടെ പൊന്നോമന, ജനകീയൻ, BJP നേതാവിനെ ഉൾപ്പെടെ പാലക്കാട് നിന്ന് തോൽപ്പിച്ചവൻ, വടകരയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് CPM തോൽപ്പിച്ചവൻ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാളിപ്പോൾ സ്ത്രീലമ്പടനായ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന ഒരുത്തനാണ് എന്നല്ലേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇത്രയും നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ ഇപ്പോഴും തയ്യാറാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്തോ ഒരു വലിയ കാര്യം ചെയ്ത് സ്വയം രാജിവെച്ച് പോയി എന്നുള്ള നിലപാടാണ് ഷാഫി പറമ്പിൽ എടുക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷ കിട്ടാൻ അർഹനാണ് ഷാഫി പറമ്പിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ ഒരു നേതാവ് കള്ളനാണയമാണ് എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് തുല്യമായി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഈ വടകര MPയെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത്. ഷാഫി പറമ്പിൽ ഒരു കള്ള നാണയമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കും പൂർണ്ണ പിന്തുണ നൽകിയ ഒരു മൂന്നാംകിട നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് ഈ വിഷയത്തിലൂടെ പച്ചയായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.